ഭഗവത് കൃപ അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. പണ്ട് ഒരു കുഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് സ്വന്തമായി അല്പം കൃഷിസ്ഥലവും ഒരു പശുവും ഒരു കുതിരയും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുതിരയെ കാണാതായി. സ്വന്തക്കാരും നാട്ടുകാരും കുതിരയെ എല്ലായിടത്തും അന്വേഷിച്ചു. ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൃഷിക്കാരൻ വളരെ ദുഃഖിച്ചു. അയൽവാസികൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അവരിൽ ചിലർ പറഞ്ഞു, ഭഗവാൻ നിങ്ങളോട് കോപിച്ചിരിക്കുന്നു, അതാ ഇങ്ങനെ സംഭവിച്ചത്. ഈശ്വരൻ ചെയ്യുന്നതെല്ലാം നല്ലതിനാണ് എന്നായിരുന്നു കൃഷിക്കാരന്റെ മറുപടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷിക്കാരന്റെ കുതിര തിരിച്ചെത്തി. 4 കുതിരകളെ കൂട്ടിക്കൊണ്ടാണ് കുതിര തിരിച്ചെത്തിയത്. ഇതുകണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്. കൃഷിക്കാരൻ വിനയത്തോടെ പറഞ്ഞു, എല്ലാം ഈശ്വരകൃപ. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പുതിയതായി വന്നു ചേർന്ന ഒരു കുതിരയുടെ പുറത്ത് കയറി കൃഷിക്കാരന്റെ മകൻ യാത്ര പോയി. സവാരിക്കിടെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഒരു കാൽ ഒടിയുകയും ചെയ്തു. ഇതറിഞ്ഞ ചിലർ പറഞ്ഞു, കുതിരയെ കൊണ്ട് അങ്ങേക്ക് ദോഷമാണുണ്ടായത്. അതുകൊണ്ട് ഈ കുതിര നന്നല്ല. അദ്ദേഹം അങ്ങയുടെ കൂടെ ഉണ്ടെന്നും തോന്നുന്നില്ല. എന്നാൽ കൃഷിക്കാരൻ പറഞ്ഞു, ഇതും ഭഗവാന്റെ കൃപയാണ്. ഭഗവാൻ ചെയ്യുന്നതെല്ലാം നല്ലതിനാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. രാജകിങ്കരന്മാർ ആ ഗ്രാമത്തിലെത്തി. സൈന്യ സേവനത്തിനായി യുവാക്കളെ തിരഞ്ഞെത്തിയതാണ്. രാജാവിന്റെ അധികാരികൾ കൃഷിക്കാരന്റെ വീട്ടിലുമെത്തി. നിർബന്ധിത സൈന്യ സേവനത്തിനായി യുവാക്കളെ തിരഞ്ഞു വന്ന അധികാരികൾ കാലൊടിഞ്ഞു കിടക്കുന്ന മകനെ കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയില്ല. ഇതുകണ്ട് കൃഷിക്കാരൻ ദൈവത്തിനെ സ്തുതിച്ചു. അപ്പോഴും ഗ്രാമവാസികൾ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ സൈന്യത്തിൽ പോകാതെ രക്ഷപ്പെട്ടു. അപ്പോഴും കൃഷിക്കാരൻ പറഞ്ഞു, ഇതും ഭഗവാന്റെ കൃപ.